നമസ്കാരം. വിന്റർ സ്റ്റാർട്ട് ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മസിൽ ക്രാമ്പ്. നമ്മുടെ മസിൽ എല്ലാം വളരെയധികം ടൈറ്റ് ആവുന്നു. കുറച്ച് കാരണങ്ങൾ നോക്കിയാൽ എന്തുകൊണ്ടാണ് ഈ മസിൽ ക്രാമ്പ് സംഭവിക്കുന്നതെന്ന്. ഒന്നാമത് നോക്കുമ്പോൾ വാസോ കൺസ്ട്രക്ഷൻ മൂലം, അതായത് ബ്ലഡ് വെസൽസ് ടൈറ്റൻ ആകുന്നത് മൂലം മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു. അതുമൂലം മസിൽസ് എല്ലാം വളരെയധികം ടൈറ്റ് ആവുന്നു. രണ്ടാമതൊക്കെ നോക്കുമ്പോൾ എന്താണ്, വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണ്. കാരണം വിന്റർ ആണ്, നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൺലൈറ്റ് കിട്ടുന്നില്ല, പുറത്തു പോകാൻ പറ്റുന്നില്ല. അതുമൂലം നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണ്. മൂന്നാമത് നോക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ. വിന്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആരും വെള്ളം കുടിക്കാറില്ല. നമുക്ക് ദാഹം വരാറുമില്ല, വെള്ളം കുടിക്കാറുമില്ല. അടുത്ത് നോക്കുമ്പോൾ എന്താണ്, വിന്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സിന്റെ അളവും വൈറ്റമിൻസിന്റെ അളവും കഴിക്കുന്നത് വളരെ കുറവാണ്. അതുപോലെ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരത്തിൽ പൊട്ടാഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അളവ് വളരെയധികം കുറവായിരിക്കും. അതുമൂലം മസിൽ ടൈറ്റ്നസ് ഉണ്ടാവും. പിന്നെ മെയിൻ ഇമ്പോർട്ടന്റ് ഒരു കാര്യം എന്താണ്, ഫിസിക്കൽ ആക്ടിവിറ്റി. വിന്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മടിയാണ്. അതുമൂലം നമുക്ക് മസിൽ ടൈറ്റ്നസ് ഉണ്ടാകാം. ഇനി നമുക്ക് ഈ മസിൽ ടൈറ്റ്നസ് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഒന്നാമതായിട്ട് ആവശ്യത്തിനനുസരിച്ച് വെയിൽ കൊള്ളാം. അതായത് നമുക്ക് എപ്പോഴാണോ സൺലൈറ്റ് വരുന്നത് അപ്പോൾ കുറച്ച് സമയം വെയിലത്ത് പോകുക, ഒന്ന് നടക്കാൻ പോകുക, ഒന്ന് ഓടാൻ പോകുക, അല്ലെങ്കിൽ ചെറിയ വ്യായാമം ചെയ്യുകയോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും, വൈറ്റമിൻ ഡിയുടെ അളവ് കിട്ടുകയും ചെയ്യും, മസിൽസിന് നല്ല എനർജി ലഭിക്കുകയും ചെയ്യും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും വളരെയധികം കഴിക്കുക. കാരണം നമുക്ക് പൊട്ടാഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ കാലിലും ശരീരത്തൊക്കെ വാം ഓയിൽ വെച്ച് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ സർക്കുലേഷൻ കൂട്ടായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക.